ഓണം വെക്കേഷന് ഞങ്ങൾ ചർച്ചിൽ നിന്ന് ഗ്രൂപ്പായിട്ട് കൊല്ലത്തൊരു യാത്ര സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ കൊല്ലത്തിൽ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. അതിലൊന്ന് മൺട്രോത്തുരുത്ത്, സാമ്പ്രാണിക്കൊടി, പിന്നെ ഒരു പാർക്ക് ഞങ്ങൾ കയറി, പിന്നെ ബീച്ചിലും. അങ്ങനെയാണ് ഒരു ദിവസത്തെ പ്ലാൻ. ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, റാന്നിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ കൊല്ലത്ത് ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കൊല്ലത്ത് വന്നതിന് ശേഷം നമ്മൾ ബോട്ടിൽ ഒരു 2 hour ജേർണി മൺട്രോത്തുരുത്തിലേക്കുണ്ട്. നമ്മളൊരു വെള്ളത്തിൽ കൂടെ ഒരു ഡിഫറെന്റ്, നമ്മൾ ആ ഒരു ബഹളത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ബോട്ടിലൂടെ ഒരു ഏകദേശം 2 മണിക്കൂറുള്ള യാത്രയുണ്ട്. നല്ല ഭംഗിയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും യാത്രകൾ ഡിഫറെന്റ്. ചിലർക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റുകൾ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. ചിലർക്ക് വെള്ളത്തിൽ പോകുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് വെള്ളത്തിൽ പോകുന്ന ഇഷ്ടമല്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പാർക്കുകളൊക്കെ ആയിരിക്കും ഇഷ്ടം. ഇത് വെള്ളത്തിൽ തന്നെ ഇറങ്ങാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുട്ടികളും നന്നായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തു. അത് പിന്നെ ആ വെള്ളത്തിന്റെ ഒരു, നമുക്ക് ആ യാത്ര ചെയ്യുമ്പോൾ മുൻപോട്ട് പോകുന്ന സമയത്ത് വെള്ളത്തിന്റെ ആ ഒരു ചലനത്തിന് തന്നെ നമുക്ക് വെള്ളത്തിൽ ശ്രദ്ധിച്ച് അറിയാൻ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. സൈഡിൽ ചെറിയ ചെറിയ ബോട്ടുകളും നല്ല ഭംഗിയുള്ള ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മളെ ബോട്ടിലുള്ള ആളുകൾ തന്നെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്ന്. ഒരുപാട് വീഡിയോസും ക്ലിപ്സും ഒന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾക്കൊരു, ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ബഹളമയമായ അന്തരീക്ഷത്തിൽ നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെ ഇങ്ങനെ പോകുന്നവരെ നമുക്ക് തോന്നും. സൈഡിലുള്ള ആ ഒരു പ്രകൃതി ഭംഗിയും നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെ എത്ര മനോഹരമായ സ്ഥലങ്ങൾ കാണാനുണ്ടെന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന യാത്രകളാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയും നമ്മുടെ സ്വന്തം സംസ്ഥാനത്തെ തന്നെ എത്ര മനോഹരമായ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇതുവരെ എന്ന് ഈ യാത്രയിലൂടെ എനിക്ക് തോന്നി. കുട്ടികൾക്കും വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ വന്നെങ്കിലും ഒരു ബോട്ടിൽ 7 പേർക്കേ കയറാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് വന്നവർ തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പല ബോട്ടുകളിലായിട്ട് കയറേണ്ടി വന്നു. അത് മാത്രം എനിക്കൊരു ഇതായിട്ട് തോന്നി. കാരണം വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് കയറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും. പിന്നീട് ആദ്യം നമ്മൾ എത്തിയത് മൺട്രോ ഐലൻഡിലാണ് എത്തിയത്. അവിടെ നമുക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. വള്ളത്തിൽ ഇങ്ങനെ ആളുകൾ ചെറിയ സ്നാക്കുകളും കരിക്ക് വെള്ളം അല്ലെങ്കിൽ കോഫി, ടീ ഒക്കെ തരുന്നുണ്ട്. പിന്നെ അവിടെ വെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിലും അഡീഷണൽ ഡ്രസ്സ് എടുക്കണം. കാരണം വെച്ചാൽ വെള്ളത്തിൽ നനഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ. അപ്പൊ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം പോകാന്. പിന്നീട് നമ്മൾ പോയത് സാമ്പ്രാണിക്കൊടിയാണ് പോയത്. അവിടെ നമുക്ക് വെള്ളത്തിൽ ഇതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും ബോട്ടിൽ കയറിയിട്ടാണ് പോകുന്നത്. ആ സമയത്ത് നമ്മൾ ഇത്രയും ഈ വാട്ടർ ഇത്രയും ശാന്തമായിട്ടുള്ള, കുറച്ചൊരു ഡീപ്പായിട്ടുള്ള വാട്ടർ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ തീരെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, ഒരു സേഫ്റ്റി കൺസേൺസ് ഒക്കെ വെച്ചിട്ട്. അല്ല അങ്ങനെ ഉള്ള പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്തവർക്ക് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അതിനകത്ത് കയറി സാമ്പ്രാണിക്കൊടി എത്തിക്കുന്നതിന് ശേഷം നമുക്ക് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അവിടെ തന്നെ വെള്ളത്തിനകത്ത് തന്നെ അവിടെയുള്ള പ്രദേശവാസികളും ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫ്രൂട്ട് സലാഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിനകത്ത് തന്നെ ചെയ്യുന്ന ചെറിയ കച്ചവടക്കാരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ആ സാധനങ്ങളൊക്കെ കഴിക്കുന്ന സാധനങ്ങളാണെങ്കിൽ പോലും ഈ വെള്ളത്തിനകത്ത് പോയി കഴിക്കുന്ന സമയത്ത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അപ്പൊ നമ്മളിപ്പോ സാമ്പ്രാണിക്കൊടി എത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. വെള്ളത്തിൽ കൂടെ നടക്കാനും ഒത്തിരി ഡീപ്പായിട്ടുള്ള വെള്ളം, നമ്മൾ മുട്ടിന് മുകളിൽ വരെ ഉള്ള രീതിയിലുള്ള വെള്ളമാണ്. പക്ഷെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി നമ്മൾ നന്നായിട്ട് നോക്കുക, കൂട്ടം ചിതറി പോകാതെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിർത്തുക. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോയി അപകടങ്ങൾ ഒഴിവാക്കാമല്ലോ. പിന്നീട് നമ്മൾ പോയത് ലൈറ്റ് ഹൗസിലാണ് പോയത്. അവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ടയർഡ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഹൗസിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് മനസ്സിലാകുന്നത്. ലിഫ്റ്റ് സൗകര്യമുണ്ട്. നമുക്ക് പ്രായമുള്ളവരാണെങ്കിൽ ചെറിയ സ്റ്റെപ്പുകളാണ് കയറാൻ ബുദ്ധിമുട്ടാണ്. ടോപ്പിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർത്ത് വാച്ചിങ് ആണ്. നമ്മൾ അതിന്റെ മുകളിൽ മുഴുവൻ കയറി കഴിഞ്ഞതിന് ശേഷം ആ ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ വ്യൂ ഉണ്ടല്ലോ, അത് നമ്മൾ ആ സ്റ്റെപ്പ് മുഴുവൻ കയറിയ ക്ഷീണം മുഴുവൻ നമ്മുടെ മാറിപ്പോകും. പക്ഷെ പ്രായമായവരാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ലിഫ്റ്റ് മുകളിൽ വരെയില്ല, ഇടയ്ക്കത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ മുകളിലോട്ട് കയറുന്നുണ്ട്. എന്നാലും ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ഒരു ടോപ്പിൽ നിന്ന് എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതിനിടയ്ക്ക് നമ്മളൊരു പാർക്ക് വിസിറ്റ് ചെയ്തു. ഫോട്ടോസ് ഒന്നും അധികം ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ ബീച്ച് വന്നു, അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അസ്തമയമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. വളരെ മനോഹരം, കാലാവസ്ഥയൊക്കെ അനുകൂലമായതുകൊണ്ട് വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. എല്ലാവർക്കും